ഒരു വർഷമേ നിങ്ങൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നുള്ളൂ എങ്കിൽ ധാന്യം വിതയ്ക്കുക. 10 വർഷമാണെങ്കിൽ വൃക്ഷത്തൈകൾ നടുക. 100 വർഷം താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു വിദ്യാലയം പണിയുക. നല്ല സംസ്കാരവും അറിവും പകർന്നു നൽകുന്നതിന് ഇന്നോളം വിദ്യാലയങ്ങൾ ചെലുത്തിയ പങ്ക് ചെറുതല്ല. വിദ്യാധനം സർവധനാൽ പ്രധാനം. വരാനിരിക്കുന്ന മനോഹരമായ ഒരു തലമുറയുടെ വലിയ പ്രതീക്ഷയാണ് ഓരോ വിദ്യാലയങ്ങളും. പ്രാചീനതയുടെ നന്മകളും ആധുനികതയുടെ സാങ്കേതികത്വങ്ങളും സ്വീകരിച്ചുകൊണ്ട് യുവതലമുറയുടെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന വിദ്യാലയമാണ് അൾജിബ്ര ഗ്ലോബൽ സ്കൂൾ. ഒരു നാടിന്റെ സംസ്കാരവും മൂല്യങ്ങളും ഒത്തുചേർന്നുകൊണ്ട് തനതായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നന്മകൾ ചേർത്തുവെച്ചും ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഏറ്റവും മികവാർന്ന സത്ത സ്വീകരിച്ചുകൊണ്ടും അൾജിബ്ര ഗ്ലോബൽ സ്കൂൾ ഒരു വർഷത്തെ പ്രൗഢഗംഭീരമായ പദ്ധതികൾ നിങ്ങൾക്ക് മുന്നിൽ ആവിഷ്കരിക്കുകയാണ്. ജൂൺ 1 അജാർ 23 സ്കൂൾ പ്രവേശനോത്സവം. വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്ക് ഒരു നാടിനെ കൈപിടിച്ചുയർത്തിയ മഹത്തായ വിദ്യാലയം. അറിവിന്റെ അനന്തമായ ആകാശത്തിലേക്ക് പറന്നുയരാൻ കുരുന്നുകൾക്ക് ചിറകുകൾ നൽകിയ അറിവിന്റെ അക്ഷരമുറ്റം അൾജിബ്ര ഗ്ലോബൽ സ്കൂൾ. ലോകത്തിലെ മഹത്വം ബൃഹത്തുമായ പലതിന്റെയും തുടക്കം എത്രയോ ലഘുവാണ്. ഈ ചെറിയ തുടക്കത്തിലൂടെ മഹത്തരമായ ബൃഹത്തായ സാധ്യതകളുടെ വെള്ളിച്ചിറയിലേക്ക് ഞങ്ങളും നിങ്ങളിലൂടെ കാൽവെപ്പ് നടത്തിയിരിക്കുന്നു. അജാർ 23 സ്കൂൾ പ്രവേശനോത്സവം. വിദ്യ അതൊരു മത്സരം എന്നതിലുപരി ഒരു ഉത്സവമായി ആഘോഷിക്കപ്പെടേണ്ടതാണ്. കാൻഡിഡ് വെൽക്കം, ഫ്ലൈ വിത്ത് ബലൂൺസ്, അസംബിൾ ടു എ ന്യൂ സ്കൈ, ഇനാഗ്രേറ്റ് ദ ഫർണിഷ്ഡ് ക്ലാസസ് തുടങ്ങിയ വർണ്ണാഭമായ ആഘോഷങ്ങളിലൂടെയാണ് അൾജിബ്ര അജാർ 23 ആദ്യ ദിനത്തിന് തുടക്കം കുറിച്ചത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഭാരതീയ ചിന്തകൾ പ്രപഞ്ചത്തെ ഒരു സമീകൃത ഘടനയായി കണ്ടു. ലോകത്തിലെ ഏവരും ഒത്തൊരുമയോടും ഹിതകാരിയായും പ്രവർത്തിക്കുമ്പോഴാണ് ശ്രേയസ്സുണ്ടാവുന്നത്. ഈ പാരസ്പര്യമാണ് പരിസ്ഥിതി വിജ്ഞാനത്തിന്റെ ആണിക്കല്ല്. മനുഷ്യന് ചുറ്റും കാണുന്നതും പ്രകൃതിദത്തവുമായ അവസ്ഥയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. ഗ്രീൻ അസംബ്ലി, ഗോ ഗ്രീൻ ടോക്ക്, ടീം ഹാം, മാഗസിൻ റിലീസ്, ക്യൂസ്, ലോഗോ മേക്കിംഗ് കോntest, എക്സ്റ്റംബോറി തുടങ്ങിയ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് അൾജിബ്ര പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത്. പാരന്റ്സ് ഡേ 2023. അനുഭവ വൈജ്ഞാനത്തിന്റെയും ആദർശ ചിന്തകളുടെയും സമന്വയമാണ് ഓരോ രക്ഷിതാവും. വിലയേറിയ തുടക്കത്തിൽ അനുഭവജ്ഞാനത്തിന്റെ ഉറവിടമായ രക്ഷിതാക്കളിൽ നിന്ന് തങ്ങളുടെ പ്രതീക്ഷകളെപ്പറ്റിയും നിലപാടുകളെപ്പറ്റിയും വിശദമായി ചോദിച്ചറിയുന്നതിനും കൂടുതൽ പ്രതീക്ഷകളെപ്പറ്റിയും വരുന്നൊരു അധ്യയന വർഷക്കാലത്തെ നൂതനമായ പദ്ധതികളെക്കുറിച്ച് തുടങ്ങാനിരിക്കുന്ന ചെറുതും വലുതുമായ വിപ്ലവാത്മകമായ കാൽവെപ്പുകളെപ്പറ്റിയും വിശദമായി സംവദിക്കുന്നതിനും വേണ്ടി 2023 ജൂൺ 6 അൾജിബ്രയുടെ ആദ്യ രക്ഷകർതൃയോഗം നടത്തപ്പെട്ടു. ജൂൺ 17, 2023 ഇന്റർ ഹൗസ് ചെസ് കോമ്പറ്റീഷൻ. എതിരെ നിൽക്കുന്നവന്റെ കണ്ണിലല്ല കയ്യിലാണ് വിജയവും പരാജയവും നിർണയിക്കപ്പെടുന്നത്. ബുദ്ധിവികാസത്തിന്റെ ചലനാത്മകത, വേഗത, മുൻധാരണ എന്നിവയുടെ സമന്വയമാണ് ഓരോ ചെസ് കളിയും. 2023 ജൂൺ 17 കുട്ടികളുടെ ബുദ്ധിവികാസത്തിന്റെ ഓർമ്മശക്തിയുടെ പടിക്കെട്ടുകൾ ഓരോന്നായി കീഴടക്കുന്നതിന് ഇന്റർ ഹൗസ് ചെസ് കോമ്പറ്റീഷൻ നടത്തപ്പെട്ടു. ഇനി ഇവിടെ നിന്ന് ഉദിക്കട്ടെ ഓരോ പ്രജ്ഞാനന്ദയും കാഴ്സനും. 2023 ജൂൺ 19 വായനാ ദിനം. മറ്റൊരു മനസ്സിലേക്ക്, ലോകത്തിലേക്ക്, ചിന്താധാരകളിലേക്ക് പുസ്തകം എന്നതുപോലെ നമ്മെ സ്വാധീനിക്കുന്ന മറ്റൊന്നുമില്ല. നല്ല വായന നല്ല ചിന്തയിലേക്കും നല്ല പ്രവൃത്തിയിലേക്കും നല്ല സമൂഹത്തിലേക്കും പരിവർത്തനപ്പെടുന്നു. വായന വിടരും ചൊടികളിൽ നിത്യം വാക്കുകൾ മായാവലയം തീർക്കും. മഴവില്ല് പോലെ, മധുമാസ നിറതിങ്കൾ പോലെ, സുരഗംഗ പോലെ ഇനി വരുന്ന തലമുറകൾ നിൻ കവിതച്ചാറിൽ നീരാടുവാനായി ഏറ്റവും നവ്യാത്മകമായ രീതിയിലാണ് വായനാ ദിനം ആചരിക്കപ്പെട്ടത്. പ്രശസ്തനായ എഴുത്തുകാരനും ഗിന്നസ് അവാർഡ് ജേതാവുമായ സത്താർ ആദൂർ ആയിരുന്നു മുഖ്യാതിഥി. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത പരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു വായനാ ദിനം ആഘോഷിച്ചത്. 2023 ജൂൺ 20 പോളിംഗ് ഡേ. മഹാനായ ചിന്തകൻ പ്ലേറ്റോ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ഒരു വിദ്യാലയത്തിൽ പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊന്നാണ് വിദ്യാർത്ഥികളിലെ തെരഞ്ഞെടുപ്പുകൾ. വിദ്യാലയ കാലഘട്ടങ്ങളിൽ നിന്നാണ് നല്ലൊരു നേതാവും നല്ലൊരു ചിന്തകനും നല്ലൊരു പ്രവർത്തകനും രൂപാന്തരപ്പെടുകയുള്ളൂ. ഒരു യഥാർത്ഥ നേതാവ് തന്റെ കൂട്ടാളികൾക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലായിരിക്കും.
സാധിക്കും. അത്തരത്തിലുള്ള മനോഭാവം വളർത്തിയെടുക്കുന്നതിനും കുട്ടികളിലെ നേതൃത്വ പാഠവും ഉയർത്തുന്നതിനും വേണ്ടിയാണ് സാധാരണയായി നാം വിദ്യാലയങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. തന്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത് വിദ്യാലയങ്ങളെ സംബന്ധിച്ച് ഏറെ കൗതുകകരമായ ഒരു കാര്യമാണ്. ഒരു യഥാർത്ഥ തെരഞ്ഞെടുപ്പിന്റെ എല്ലാവിധ ചൂടും ചൂരും നിറഞ്ഞതായിരുന്നു അൾജിബ്രയിലെ പോളിംഗ് ഡേ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ചൂടുപിടിച്ച ചർച്ചകളും വാഗ്ദാനങ്ങളും വാക് സാമർത്ഥ്യങ്ങളും മത്സരാർത്ഥികളുടെ മാറ്റുകൂട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു യഥാർത്ഥ ഇലക്ഷന് സമാനമായ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ അൾജിബ്രയിൽ ഗംഭീരമായി നടത്തപ്പെട്ടു. 2023 ജൂൺ 20 ഗ്രാൻഡ് ലോഞ്ച് ഓഫ് CAP. ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും പ്രബലവുമായ ഭാഷകളിൽ ഒന്നാണ് ഇംഗ്ലീഷ്. ഇതിന് ശോഭനമായ ഒരു ഭാവിയുണ്ട്. അത് ആഗോള ലോകവുമായി നമ്മെ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളരെ പ്രഗത്ഭരായ ആളുകളുടെ സ്ഥിര സാന്നിധ്യം സ്കൂളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു CAP പ്രോഗ്രാം ആരംഭിച്ചത്. വളരെ വലിയ ചലനങ്ങൾക്ക് കാരണം കുറിച്ച ഒരു ചുവടുവെപ്പായിരുന്നു CAP. 2023 ജൂലൈ 6 CCA ആരംഭം. വിദ്യാർത്ഥികളെ അക്കാദമികമായി മാത്രമല്ല സാമൂഹിക വൈദഗ്ധ്യം ഉള്ളവരും വൈകാരികമായി പക്വതയുള്ളവരും യഥാർത്ഥ ലോകത്തിലെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ കഴിവുള്ളവരുമായ മികച്ച വ്യക്തികളായി രൂപപ്പെടുത്തുന്നതിൽ സഹപാഠ്യ പ്രവർത്തനങ്ങൾ നിർണായകമായ പങ്കുവഹിക്കുന്നു. പരമ്പരാഗത ക്ലാസുകളും വിദ്യാഭ്യാസത്തിന്റെ അതിരുകൾക്കപ്പുറമുള്ള പ്രായോഗിക പഠനത്തിനും നൈപുണ്യ വികസനത്തിനും വ്യക്തിത്വ വളർച്ചയ്ക്കും അവർക്ക് ഒരു വേദി അത്യന്താപേക്ഷിതമാണ്. കേവലം പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങി പോവേണ്ടവരല്ല വിദ്യാർത്ഥികൾ എന്ന ചിന്തയിൽ അധിഷ്ഠിതമായി റോളർ സ്കേറ്റിംഗ്, ആർച്ചറി, ബോക്സിംഗ്, കരാട്ടെ, ബാഡ്മിന്റൺ, ഫുട്ബോൾ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് തുടങ്ങിയ പാഠ്യേതര പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. സ്പോർട്സ് പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം ശാരീരിക ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, ടീം വർക്ക്, അച്ചടക്കം, പ്രതിരോധശേഷി, ആത്മനിയന്ത്രണം തുടങ്ങിയ വിലപ്പെട്ട ജീവിത നൈപുണ്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ഇന്നും കുട്ടികൾ വളരെയധികം താല്പര്യത്തോടു കൂടിയും ഊർജ്ജസ്വലതയോടു കൂടിയും ചെയ്തു വരുന്നു. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 ലൈവ് ലോഞ്ച് ഇവന്റ് ഷോ. കാത്തിരിപ്പുകൾക്കൊടുവിൽ ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ മണ്ണിനെ സ്പർശിച്ചിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാന മുഹൂർത്തം തന്നെയാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഒരു പേടകം ഇറക്കുന്ന രാജ്യമായി ഇന്ത്യ അങ്ങനെ മാറിയിരിക്കുകയാണ്. അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും ചൈനയ്ക്കും ശേഷം ചന്ദ്രന്റെ മണ്ണിലായി 4ാമതായി ഇന്ത്യ പേടകം ഇറക്കിയിരിക്കുകയാണ്. പക്ഷേ ബാക്കി രാജ്യങ്ങളുടെ പ്രവൃത്തികളിൽ നിന്നൊക്കെ തന്നെയും ചന്ദ്രയാൻ 3നെ തീർത്തും വ്യത്യസ്തമാക്കുന്നത് മറ്റൊരു രാജ്യങ്ങൾ ഒന്നും തന്നെ പേടകങ്ങൾ ഇറക്കിയിട്ടില്ലാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് എന്നതാണ്. ഈ ഒരു അസുലഭ മുഹൂർത്തത്തിന് സാക്ഷിയാകുന്നതിനു വേണ്ടി അൾജിബ്രയിലെ വിദ്യാർത്ഥികളും ഒരുങ്ങിയിരുന്നു. അതിനായി ക്ലാസ് റൂമിലെ ഇന്റർനെറ്റ് സംവിധാനവും പാനൽ സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലൈവ് ടെലികാസ്റ്റിംഗ് എല്ലാ വിദ്യാർത്ഥികളും ആകാംക്ഷയോടും അഭിമാനത്തോടും കൂടി കാണുകയുണ്ടായി. 2023 ജൂലൈ 21 അംബ്രേല ഡേ. കുട അതൊരു പ്രതീകമാണ്. ജീവിതത്തിന്റെ കഠിനമായ പല സാഹചര്യങ്ങളിലും നമുക്ക് കൂട്ടായി ഉണ്ടാവുന്ന ഒരു കൂട്ടുകാരൻ. കേവലം കുട നമ്മളെ സംരക്ഷിക്കുന്നത് മഴയിൽ നിന്ന് മാത്രമല്ല, കഠിനമായ വെയിലിൽ നിന്നും കുട നമ്മളെ സംരക്ഷിക്കുന്നു. KG കുരുന്നുകൾക്കായി അംബ്രേല ഡേ ആഘോഷം നടത്തിയത്. കുട്ടി കുരുന്നുകൾ ആഘോഷത്തിൽ മതിമറന്ന് ആറാടുകയുണ്ടായി. മനോഹരമായ ഒരു പുള്ളിക്കുട തന്നെ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. അങ്ങനെയെങ്കിൽ 100 കണക്കിന് കുടകൾ എങ്ങനെയുണ്ടായിരിക്കും? 2023 ജൂലൈ 27 ഇൻവെസ്റ്റിച്ചർ സെറിമണി. ആവേശകരവും വാശിയേറിയതുമായ തിരഞ്ഞെടുപ്പ് മാമാങ്കത്തിന്റെ ഫലപ്രഖ്യാപനത്തിനു ശേഷം തനിക്ക് വേണ്ടി താൻ തിരഞ്ഞെടുത്ത മത്സരാർത്ഥി അരങ്ങുവേദിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണുന്നതിലും ഭംഗി എന്തിനാണ്? അൾജിബ്രയിലെ ഇൻവെസ്റ്റിച്ചർ സെറിമണി അതിമനോഹരവും വിപുലവുമായാണ് നടത്തിയത്. വാക്കിന്റെ വിലയും പ്രവൃത്തിയിലെ സ്ഥിരതയും മറ്റുള്ളവർക്ക് മാതൃകയുമാകേണ്ട നേതൃത്വങ്ങൾ. വരുന്ന ഒരു വർഷക്കാലം അൾജിബ്രയിലെ നേതൃസാരഥികൾ. അവർക്ക് മാതൃകയാക്കാൻ സാധിക്കുന്ന ജനമൈത്രി ബീറ്റ് ഓഫീസർ മിസ്റ്റർ ശ്രീകുമാർ സർ ആയിരുന്നു അന്നേ ദിവസം ഇൻവെസ്റ്റിച്ചർ സെറിമണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. തന്റെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ പകർന്നാട്ടത്തിലൂടെ അന്നേ ദിനം അദ്ദേഹം ധന്യമാക്കി.
2023 ഓഗസ്റ്റ് 6, 9 ഹിരോഷിമ നാഗസാക്കി ദിനം. ഹിരോഷിമ നാഗസാക്കി വെന്തുരുകിയ ആ കറുത്ത ദിനത്തിന് 78 വയസ്സ്. കാർമേഘത്തിന്റെ കാളിമ പോലുമില്ലാതെ മഴ പെയ്തിറങ്ങുന്നത് പോലെ ജപ്പാനിൽ ദശലക്ഷത്തോളം നിഷ്കളങ്കമായ ജീവിതങ്ങളെ 78 വർഷങ്ങൾക്ക് മുമ്പ് മരണം തേടിയെത്തി. മരണത്തെക്കാൾ വേദനിക്കുന്ന മായാത്ത മുറിപ്പാടുകൾ സമ്മാനിച്ചുകൊണ്ട് 1945 എന്ന വർഷം അവരിൽ നിന്ന് കടന്നുപോയെങ്കിലും ഇന്നും ആ വർഷം നൽകിയ കറുത്ത ഓർമ്മകൾ ആ നാടിന്റെ മാത്രമല്ല ലോകത്തിലെ എല്ലാ നല്ലവരായ ജനങ്ങളുടെ മനസ്സിലും അടർത്തിയെടുക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുന്നു. ഏതെല്ലാം രീതിയിലൂടെ ആശയങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാം എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അൽജിബ്ര ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചത്. വ്യത്യസ്ത ഇനം പരിപാടികളിലൂടെ അന്നേ ദിവസത്തിന്റെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും വിദ്യാർത്ഥികൾക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞു. 2021 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. പ്രാണനേക്കാൾ വലുത് ജനിച്ച നാടും സ്വന്തം മണ്ണും ആണെന്ന് അഭിമാനത്തോടെയും ചങ്കൂറ്റത്തോടെയും ഉറക്കെ വിളിച്ചു പറയുകയും അധിനിവേശത്തിനെതിരെ പോരടിക്കുകയും ചെയ്ത ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. ഇരുളിൽ നിന്ന് പ്രകാശമാനമായ ആകാശവും ഭൂമിയും ഭാരതീയന് നേടിത്തന്ന നമ്മുടെ പൂർവികരെ ഓർക്കാതെയും അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കാതെയും ഒരു സ്വാതന്ത്ര്യദിനവും പൂർണ്ണമാകില്ല. രാജ്യം സ്വാതന്ത്ര്യദിനത്തിന്റെ നിറവിൽ നിൽക്കുമ്പോഴും ചരിത്രവും വിവരണങ്ങളും വളർന്നുവരുന്ന തലമുറ അറിയേണ്ടതുണ്ട്. വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും കുട്ടികൾ കൂടുതൽ അറിവുകൾ നേടിയെടുക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾ നേടുന്നതിനോടൊപ്പം തന്നെ ചരിത്രം ആഴത്തിൽ അറിയുകയും കൂടി വേണം. അത്തരത്തിൽ ഒരു സാംസ്കാരിക പൈതൃകത്തെ മുഴുവനായി ഒരു വിദ്യാർത്ഥി ഒരു ഭാരതീയൻ എന്ന നിലയിൽ സ്വീകരിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് സ്വീകാര്യമായ രീതിയിലായിരുന്നു അൽജിബ്ര ഇക്കൊല്ലത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. ഉത്സവം 2023 എന്ന നാമധേയത്തിൽ രൂപകൽപ്പന ചെയ്ത സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഫ്ലാഗ് ഹോസ്റ്റിംഗ്, ഫ്രീഡം പരേഡ്, അസംബ്ലി, ക്വിസ് കോമ്പറ്റീഷൻ, കൾച്ചറൽ പ്രോഗ്രാം തുടങ്ങി വ്യത്യസ്ത ഇനം പരിപാടികളും സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ മാത്സ് സയൻസ് എക്സാം. ജീവിതത്തിന്റെ അടിസ്ഥാന ശാസ്ത്രങ്ങളിലൊന്നാണ് ഗണിതം. 2023 നടത്തപ്പെട്ട ഓൾ ഇന്ത്യ മാത്സ് സയൻസ് എക്സാമിൽ 7ാം തരം വിദ്യാർത്ഥി മുഹമ്മദ് ആദിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കുകയുണ്ടായി. കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ചിട്ടയായ പരിശീലനവുമാണ് ആദിലിന് ഈ വിജയം നേടാൻ കാരണമായത്. ഗേവൽ ക്ലബ് സർട്ടിഫിക്കറ്റ്. ഭാവി പ്രവചിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് സൃഷ്ടിക്കുക എന്നതാണ്. അതുപോലെ മറ്റൊരു ഭാഷ സ്വായത്തമാക്കുക എന്നത് ആ ഭാഷ ആവേശപൂർണ്ണം പഠിക്കുന്നതിലൂടെയാണ്. മറ്റെല്ലാ വിദ്യാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന US ടോസ് മാസ്റ്റേഴ്സ് ഗേവൽ ക്ലബ് സ്കൂളിൽ രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയാർന്ന രീതിയിൽ നടത്തിവരികയും ചെയ്തിരുന്നു. അതിന്റെ ഫലമായി ഔദ്യോഗികമായി ഗേവൽ ക്ലബിന് US ടോസ് മാസ്റ്റേഴ്സ് അംഗീകാരം ലഭിക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് ഭാഷാ ലോകത്ത് വിദ്യാർത്ഥികളിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ കൈവരിക്കുവാൻ ഈ ക്ലബിലൂടെ സാധിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട വസ്തുതകളിൽ ഒന്നാണ്. 2023 സെപ്റ്റംബർ 2 മെയ്ഡ് ഇൻ സോളാർ മിഷൻ ലോഞ്ചിങ് ലൈവ്. സൗരാന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ രൂപകൽപ്പന ചെയ്ത കൊറോണാഗ്രഫി ബഹിരാകാശ പേടകമായ ആദിത്യ-1 സോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൽ വിക്ഷേപിക്കുന്നതും സൂര്യനെ പഠിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശാധിഷ്ഠിത ദൗത്യത്തെ അടയാളപ്പെടുത്തുന്നത് കാണുന്നതിന് സാക്ഷ്യം വഹിക്കുക എന്നത് ഏറെ അഭിമാനകരവും കൗതുകകരവുമായ കാര്യങ്ങളിൽ ഒന്നാണ്. ചന്ദ്രന് പിന്നാലെ സൂര്യനെ തൊടാൻ ഇന്ത്യൻ ISRO നടത്തിയ പരിശ്രമങ്ങളും ഇന്ത്യയുടെ ആദ്യ ദൗത്യമായ ആദിത്യ AL-1 വിക്ഷേപണത്തിന് സജ്ജമായിരിക്കുന്നതും ബഹിരാകാശ പേടകം ISROയുടെ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ടയിൽ എത്തുന്നതു മുതൽ അതിന്റെ എല്ലാ നീക്കങ്ങളും വിശദമായ വിവരങ്ങളും അൽജിബ്രയിലെ ക്ലാസ് മുറികളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പാനൽ സംവിധാനത്തിലൂടെയും അസംബ്ലി ഓഡിറ്റോറിയത്തിൽ ഏർപ്പെടുത്തിയ ലൈവ് ടെലികാസ്റ്റ് ഷോയിലൂടെയും വിദ്യാർത്ഥികൾ ഏറെ കൗതുകത്തോടെ കാണുകയുണ്ടായി. 2023 സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഗുരു അതൊരു വെളിച്ചപ്പെടലിന്റെ പേരാണ്. മനുഷ്യന് മാത്രം ലബ്ധമാകുന്നത്, മനുഷ്യരൂപത്തിലേക്ക് മാത്രം പരിമിതപ്പെടുത്താൻ പാടില്ലാത്തതുമായ ശബ്ദം, കർത്തൃഭാവം പ്രസക്തമല്ലാതാകുന്ന കർമ്മഭാവം. ഗുരു ഒരു വികാരം എന്നതിനപ്പുറം ഒരു വിചാരമായി മാറേണ്ടതുണ്ട്. ഇതല്ലേ ബോധിയും ബോധവും തന്ന പാഠം. ഈറനായി ഇമപൂട്ടി നിന്നാലറിയാം എവിടുന്നും പഠിക്കാനുണ്ട് ചിലതൊക്കെയെന്ന്. വ്യത്യസ്തത ഏതു പ്രവൃത്തിയിലും നിലനിർത്തുന്ന അൽജിബ്ര തികച്ചും വ്യത്യസ്തമാർന്ന രീതിയിൽ പനിനീർ പൂവിന്റെ സുഗന്ധവും അക്ഷരങ്ങളുടെ മധുരവും ചാലിച്ചുകൊണ്ട് പൂർണ്ണമായും അധ്യാപകരെ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ ഈ അധ്യാപക ദിനം കൊണ്ട് സാധ്യമാക്കി.
2023 സെപ്റ്റംബർ 15 റാപ്സഡി 23. കലാപ്രതിഭകൾ കലയുടെ തിരുമുടി അണിഞ്ഞ് നിറഞ്ഞാടിയ പകലുകളായിരുന്നു അൾജിബ്രയുടെ സ്കൂൾ കലോത്സവം. കൊട്ടിക്കയറി വരുന്ന മേളം പോലെ അലങ്കാരത്തിന്റെ ധ്വനികൾക്ക് മാറ്റുകൂട്ടുന്ന വ്യത്യസ്ത ഇനം കലാപരിപാടികൾ സ്കൂൾ അങ്കണത്തിൽ നിറഞ്ഞാടി. ഒന്നിനോടൊന്ന് മികവ് പുലർത്തിയിരുന്ന കലാമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രശസ്ത ഗായകൻ ഫൈസൽ എളൈറ്റിൽ നിർവഹിച്ചു. തുടർന്ന് കണ്ണിനും കാതിനും ഇമ്പം പകരുന്ന വ്യത്യസ്ത ഇനം കലാരൂപങ്ങൾ അരങ്ങേറപ്പെട്ടു. അബാക്കസ് സെഷൻ. ഗണിതത്തിന്റെ സങ്കീർണതകൾ വിദ്യാർത്ഥികളിൽ നിന്ന് അകറ്റി അവ കൂടുതൽ ഉന്മേഷപ്രദമാക്കുന്നതിന് പ്രീ ഗ്രേഡുകളിലെ കുട്ടികൾക്ക് അബാക്കസ് ബഡ് ലെവൽ സെഷനുകൾ നടത്തപ്പെട്ടു. അബാക്കസ് രീതിയിലൂടെ ഗണിതം അനായാസകരമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുക. 2023 ഒക്ടോബർ 7 മെഹഫിലെ മിലാദ്. തനിമയും മൂല്യവും ഏറെ ഭംഗിയായി കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് അൾജിബ്ര മിലാദ് ആഘോഷം നിറവേറ്റിയത്. കുട്ടികളുടെ വിവിധ ഇനം മിലാദ് സന്ദേശ പരിപാടികളും വ്യത്യസ്ത ഇനം കൾച്ചറൽ പ്രോഗ്രാമുകളും മിലാദ് റാലിയും അന്നേ ദിവസത്തിന്റെ പവിത്രത ഉയർത്തുകയുണ്ടായി. അങ്ങനെ അനുഭവങ്ങളുടെ, മൂല്യങ്ങളുടെ, കരുണയുടെ, ദയയുടെ നേർക്കാഴ്ചകൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മറ്റെല്ലാ കാഴ്ചക്കാരെയും പവിത്രതയുടെ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തി. 2023 ഒക്ടോബർ 24 CBSE ആർച്ചറി കോമ്പറ്റീഷൻ. അൾജിബ്ര ഗ്ലോബൽ സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം. മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചുകൊണ്ട് CBSE നടത്തുന്ന സോൺ ലെവൽ ആർച്ചറി കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിനായി 10ാം തരം വിദ്യാർത്ഥിനി ഫാത്തിമത്തുൽ ഫാസിലയ്ക്കും 8ാം തരം വിദ്യാർത്ഥി റസൽ മുഹമ്മദിനും അവസരം ലഭിക്കുകയുണ്ടായി. തുടർന്ന് സോൺ ലെവൽ കോമ്പറ്റീഷനിൽ വളരെ മികവാർന്ന രീതിയിൽ ഇരുവരും തങ്ങളുടെ പ്രകടനം കാഴ്ചവെച്ചു. 2023 ഒക്ടോബർ 17 IAME പാലക്കാട് ജില്ലാ ആർട്ടോറിയം 23. വിജയം ആസ്വാദ്യകരമാകണമെങ്കിൽ പ്രയാസങ്ങൾ ആവശ്യമാണ്. തളരാനും തകരാനും തയ്യാറല്ലാത്തിടത്തോളം ആർക്കും നമ്മെ തളർത്താനാവില്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് IAME പാലക്കാട് ജില്ലാ ആർട്ടോറിയം. വിജയം എന്നാൽ സ്വന്തം പരിമിതികളെ മറികടന്നുകൊണ്ട് നിമിഷങ്ങളെ അവസരങ്ങളാക്കി മാറ്റുന്ന മനോധൈര്യം കൂടിയാണ്. 2023 ജില്ലാ ആർട്ടോറിയത്തിൽ പാലക്കാട് ജില്ലയിലെ എല്ലാ IAME സ്കൂളുകളെയും ബഹുദൂരം മറികടന്നുകൊണ്ട് അൾജിബ്ര ഗ്ലോബൽ സ്കൂൾ വിജയ പതാക വാനിലുയർത്തി. നീണ്ട നാളത്തെ കൃത്യമായ പരിശീലനവും അധ്യാപകരുടെ മേൽനോട്ടവും നിരീക്ഷണവും ഈ ഒരു വലിയ വിജയത്തിന് കാരണമായി. സ്റ്റേറ്റ് ആർട്ടോറിയം റാങ്ക് ഹോൾഡേഴ്സ് ഉൾപ്പെടെ വിജയികളുടെ ഒരു നീണ്ട നിര അൾജിബ്രയുടെ അങ്കണത്തിൽ നിലകൊണ്ടു. 2023 നവംബർ 13 വേൾഡ് കൈൻഡ്നസ് ഡേ. അറിവുകൊണ്ട് മറ്റൊരാളെ അപമാനിക്കുമ്പോൾ അല്ല, മറിച്ച് നിന്റെ അറിവുകൊണ്ട് മറ്റൊരാൾക്ക് ഗുണം ഉണ്ടാകുമ്പോഴാണ് നീ ശരിക്കും അറിവുള്ളവനായി തീരുന്നത്. കൊണ്ടുപോകാൻ ഒന്നുമില്ലാത്ത ഈ ലോകത്ത് കൊടുത്തുപോകാം സ്നേഹവും കാരുണ്യവും. സഹജീവികളോട് കരുണയുള്ളവനായിരിക്കുക. അതിനേക്കാൾ മുകളിലായി ഒന്നുമില്ല. നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രയത്നിക്കുകയും അഹോരാത്രം പോരാടുകയും ചെയ്യുന്ന, നാം അധികം ചിന്തിക്കാത്ത, നാം അധികം പരിഗണിക്കാത്ത, നാം അധികം നന്ദി പ്രകടിപ്പിക്കാത്ത ഒരു വിഭാഗമാണ് നമ്മുടെ നിയമപാലകർ. അവിടെയാണ് അൾജിബ്രയുടെ പ്രത്യേകത നിലനിൽക്കുന്നത്. ഇത്തവണത്തെ കൈൻഡ്നസ് ഡേയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ സാമൂഹിക സേവനവും ജനസുരക്ഷയും ഉറപ്പുവരുത്തുന്ന നിയമപാലകരെ സന്ദർശിക്കുന്നതിനായി കൊപ്പം പോലീസ് സ്റ്റേഷൻ സന്ദർശനം നടത്തപ്പെടുകയുണ്ടായി. അപ്രതീക്ഷിതമായ ഒരു അവസരം ലഭിച്ചതിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഏറെ സന്തുഷ്ടരായി. അതിലുപരിയായി കൊപ്പം പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും അത് തികച്ചും വ്യത്യസ്തമായ അനുഭവമായി മാറി. 2023 നവംബർ 14 നാഷണൽ ലൈബ്രറി വീക്ക് സെലിബ്രേഷൻ. മറ്റൊരു ആത്മാവിലേക്ക് പരകായ പ്രവേശം നടത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം വായനയാണ്. മറ്റൊരു വ്യക്തിയുടെ, സമൂഹത്തിന്റെ, സമുദായത്തിന്റെ അന്തർധാരകളിലേക്ക് സന്നിവേശിക്കുവാനുള്ള ഏറ്റവും മികവും മനോഹരവുമായ മാർഗം വായന. അതൊരു അനുഭൂതിയാണ്. ശരീരത്തിന് വ്യായാമം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വായന മനസ്സിനും. യഥാർത്ഥ വായനക്കാരൻ മരണത്തിനു മുമ്പ് ആയിരക്കണക്കിന് ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുന്നു. ഒന്നും വായിക്കാത്തവൻ ഒരൊറ്റ ജീവിതം മാത്രം ജീവിക്കുന്നു. ആധുനിക തലമുറയിൽ അന്യം നിന്നു പോകുന്ന ഒരു മഹത്തായ സംസ്കാരമാണ് വായന. ആ സംസ്കാരം നിലനിർത്തുകയും മൂല്യാധിഷ്ഠിതമായ പുതിയൊരു തലമുറയെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അൾജിബ്ര നാഷണൽ ലൈബ്രറി വീക്ക് സെലിബ്രേഷൻ നടത്തിയത്. ബിബ്ലിയോസ്മിയ 23 എന്ന നാമധേയത്തിൽ ആയിരുന്നു ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന പദ്ധതികളും പരിപാടികളും അരങ്ങേറിയത്. യുവതലമുറയിൽ വർദ്ധിച്ചു വരുന്ന ആസക്തികൾ കുറച്ചുകൊണ്ട് വായനയിലൂടെ മെഡിറ്റേഷൻ നൽകുന്ന രീതിയാണ് അൾജിബ്ര അവലംബിച്ചത്. ട്രിബ്യൂട്ട്സ്, കോമ്പറ്റീഷൻസ്, ബുക്ക് വാൾ, പാനൽ ഡിസ്കഷൻസ്, documentary presentation, best reader award, book first, blog launch, students platforms തുടങ്ങി വൈവിധ്യങ്ങളാർന്ന പദ്ധതികളും പരിപാടികളുമായിരുന്നു ഒരാഴ്ചക്കാലം അൾജിബ്രയിൽ നടത്തപ്പെട്ടത്. 2023
2023 നവംബർ 14 ചിൽഡ്രൻസ് ഡേ. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും നവംബർ 14 ശിശുദിനം ആയി ആചരിക്കുന്നത്. കുരുന്നുകളുടെ ഘോഷയാത്രയും വ്യത്യസ്ത ഇനം മത്സര പരിപാടികളും ഏറെ കൗതുകം ഉണർത്തുന്നതായിരുന്നു. സ്കൂൾ ബുക്ക് ഫെയർ, സ്പെഷ്യൽ അസംബ്ലി, ട്രിബ്യൂട്ട് ടു ദ ചിൽഡ്രൻ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ ആയിരുന്നു അന്നേ ദിവസം അൾജിബ്രയുടെ വേദിയിൽ അരങ്ങേറിയത്. 2023 നവംബർ 20 IIME പാലക്കാട് റീജിയൻ അണ്ടർ 14 ഫുട്ബോൾ ടൂർണമെന്റ് ചാമ്പ്യൻസ്. ചെസ് കളി പോലെ സമഗ്രമായ നീക്കങ്ങളും ചെപ്പടി വിദ്യ പോലെ പന്തിനെ ചലിപ്പിച്ച് ചെമ്പൻ കുതിരകളെ പോലെ കുതിച്ചു പാഞ്ഞ് ചെമ്പരുന്തുകളെ പോലെ പറന്നുയർന്ന് കാൽപന്തുകളിയിലും സ്നേഹ സൗഹാർദ്ദ വഴികളിലും പേരും പെരുമയും സ്വന്തമാക്കിക്കൊണ്ട് ചീറിയടിക്കുന്ന വടക്കൻ കാറ്റുകൾക്ക് പോലും പോരാട്ട വീര്യം പകർന്നു നൽകി ഗ്രാമപക്ഷികൾ പരിഷ്കാരത്തിന്റെ പുതുമ തേടുന്ന അനുഗ്രഹീത വിനോദം കാൽപന്ത്. 2023 നവംബർ 20 IIME പാലക്കാട് റീജിയനിൽ നടത്തിയ അണ്ടർ 14 ഫുട്ബോൾ ടൂർണമെന്റ് അൾജിബ്ര ഗ്ലോബൽ സ്കൂൾ ചാമ്പ്യന്മാരായി. പോരാട്ട വീര്യത്തിന്റെ മാറ്റുകുറയാത്ത അണ്ടർ 14 കാറ്റഗറി വിദ്യാർത്ഥികൾ വിജയകിരീടം ചൂടി. 2023 നവംബർ 23 ഇംഗ്ലീഷ് എക്സ്പ്രസ്. അൾജിബ്ര ഗ്ലോബൽ സ്കൂളിന്റെ പൊൻതൂവൽ പദ്ധതികളിൽ ഒന്നായ US ടോസ്മാസ്റ്റേഴ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗേവൽ ക്ലബ് മെമ്പേഴ്സിന് തങ്ങളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് വഴിയൊരുക്കുന്നതിനുമായി 1 ഡേ എക്സ്ക്ലൂസീവ് ക്യാമ്പ് നടത്തപ്പെടുകയുണ്ടായി. 2023 ഡിസംബർ 4 അത്ലറ്റിസ്മോ 23 ആനുവൽ സ്കൂൾ അത്ലറ്റിക് മീറ്റ്. കായിക മേഖലയുടെ സുസ്ഥിരവും സുദീർഘവുമായ വികസനം ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്ന കാര്യത്തിൽ ഏറെ മുൻപന്തിയിലാണ് അൾജിബ്ര ഗ്ലോബൽ സ്കൂൾ. കായിക പ്രതിഭകളെ വളർത്തിയെടുത്ത് രാഷ്ട്രത്തിന് മുതൽക്കൂട്ടാക്കുവാൻ ബോധപൂർവമായ ഇടപെടലുകൾ അനിവാര്യമാണ്. കഴിവുള്ള കുട്ടികളെ കണ്ടെത്തുന്നതിനോടൊപ്പം അർഹരായവർക്ക് നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനം ലഭ്യമാക്കിക്കൊണ്ടായിരുന്നു ആനുവൽ സ്കൂൾ അത്ലറ്റിക് മീറ്റ് നടത്തിയത്. അത്ലറ്റിസ്മോ 23യുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചത് മിസ്റ്റർ രാജേഷ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കൊപ്പം ആയിരുന്നു. ഡിസംബർ 8 അൾജിബ്ര അഡ്മിഷൻ ഡേ 2024-25. പ്രതീക്ഷയുടെ ചിറകിൽ പൊന്നോമനകൾ പറക്കട്ടെ. പഠനം അത് നിലവാരം ഉള്ളതും വ്യത്യസ്തതയാർന്നതും ആവശ്യമെങ്കിൽ അൾജിബ്ര എന്നും നിങ്ങളോടൊപ്പമുണ്ട്. വിദ്യാർത്ഥിയിലെ സമ്പൂർണ്ണ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് പഠന പാഠ്യേതര വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടും അത് ഏറ്റുവാങ്ങിക്കൊണ്ടും അൾജിബ്രയിലെ കുരുന്നുകൾ മുന്നോട്ടു പോകുന്നു. 2024-25 വർഷത്തേക്കുള്ള ആദ്യ അഡ്മിഷനുകളുമായി ബന്ധപ്പെട്ട് അൾജിബ്ര അഡ്മിഷൻ ഡേ വളരെ വിപുലമായി തന്നെ സംഘടിപ്പിച്ചു. 2023 ഡിസംബർ 18 അറബിക് ലാംഗ്വേജ് ഡേ. അറബി ഭാഷ തുറന്നു തരുന്ന അവസരങ്ങൾ വലുതാണ്. കൃത്യവും വ്യക്തവുമായി അത് പരിശീലിക്കുന്നവർക്ക് ജീവിതം തന്നെ വഴിയൊരുക്കി തരുന്ന മനോഹരമായ ഭാഷ. വ്യത്യസ്തവും നൂതനവുമായ അറബിക് ലാംഗ്വേജ് ഡേ ആഘോഷം ഏറെ ശ്രദ്ധ അർഹിക്കുന്നതായിരുന്നു. സ്കൂൾ ടൂർ. ഇഷ്ടത്തോടെ ആഗ്രഹിക്കുക, യാത്രകൾ ആനന്ദമാക്കുക, കാഴ്ചകൾ അനുഭവങ്ങളാക്കുക, സന്തോഷം തേടി ദൂരങ്ങളിലേക്ക് യാത്രയാവുക. ഓരോ യാത്രയും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. 2023-24 അധ്യയന വർഷത്തെ വിനോദയാത്രകൾ വ്യത്യസ്ത സെക്ഷനുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കായിരുന്നു നടത്തിയിരുന്നത്. KG കുരുന്നുകൾ മറൈൻ വേൾഡിലേക്കും, LP UP വിദ്യാർത്ഥികൾ സിൽവർ സ്റ്റോമിലേക്കും, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഊട്ടിയിലേക്കുമായിരുന്നു തങ്ങളുടെ വിനോദയാത്രകൾ നടത്തിയത്. 2024 ജനുവരി 15 1 ഡേ സ്റ്റുഡന്റ് എംപവർമെന്റ് പ്രോഗ്രാം. പ്രശസ്ത ഡാറ്റ സയന്റിസ്റ്റ് ആൻഡ് സ്റ്റെം ട്രെയിനറുമായ മിസ്റ്റർ സൈനുൽ ആബിദിന്റെ നേതൃത്വത്തിൽ 1 ഡേ സ്റ്റുഡന്റ് എംപവർമെന്റ് പ്രോഗ്രാം നടത്തപ്പെട്ടു. YIP മത്സരത്തിനായി 4 ടീമുകൾ 4 നൂതനമായ പദ്ധതികളുമായാണ് പ്രോഗ്രാമിനെ സമീപിച്ചത്. 2024 ജനുവരി 18 പ്രദർശൻ 24. അൾജിബ്ര ഗ്ലോബൽ സ്കൂളിന്റെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരവും അഭിമാനകരവുമായ പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു പ്രദർശൻ 24. വൈവിധ്യങ്ങളുടെ നിറക്കൂട്ടുകൾ ചാലിച്ച ഏറ്റവും സ്വപ്നസുന്ദരമായ നിമിഷം. ഒരു വിദ്യാലയത്തിന്, ഒരു വിദ്യാർത്ഥിക്ക് ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കാൻ സാധ്യമാകും എന്ന് അതിശയത്തോടെ തിരിച്ചറിയുന്ന നിമിഷം. വാക്കുകൾക്കതീതമായ വർണ്ണക്കൂട്ടുകളുടെ സങ്കലനം. ഏതൊരു വിഷയവും തുറക്കുന്നത് അനന്തമായ സാധ്യതകളാണ്, അവർണ്ണനീയമായ അറിവുകളാണ്. സ്കൂൾ ആനുവൽ എക്സിബിഷൻ ചരിത്രത്തിൽ തന്നെ
ഏറ്റവും മികവാർന്നതായ പ്രവൃത്തി പരിചയമേള എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രദർശനം. എല്ലാ പഠന വിഷയങ്ങളുടെയും വ്യത്യസ്തതയാർന്ന വർക്കിംഗ്, നോൺ വർക്കിംഗ് മോഡലുകളായിരുന്നു പ്രദർശന്റെ മുഖ്യ ആകർഷണീയത. ഒരു ശാസ്ത്രമേളയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിജയം എന്നത് ആ പ്രദർശനം കൃത്യമായി വിലയിരുത്തപ്പെടുമ്പോഴാണ്. അത്തരത്തിൽ വിലയിരുത്താൻ തക്കവണ്ണം ശ്രേഷ്ഠനായ സിഇഒ ഓഫ് ഗ്ലോബൽ എയ്റോസ്പേസ് ആൻഡ് ISRO സ്പേസ് ട്യൂട്ടറുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ MRK മേനോൻ ആയിരുന്നു പ്രദർശൻ 24ന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് അന്നേ ദിവസം പ്ലാനറ്റോറിയം പ്രദർശനവും സ്കൂളിൽ നടത്തപ്പെടുകയുണ്ടായി. സബ്ജക്ട് പവലിയൻസ്, മൊബൈൽ പ്ലാനറ്റോറിയം, ആന്റിക് ഷോ, ഹെറിറ്റേജ് എക്സിബിറ്റ്സ്, തിയേറ്ററിക്കൽ ഡിസ്പ്ലേ, സംസ്കൃതിക്ക് പ്രദർശൻ, ട്രിഗ്നോമെട്രി ട്രൈബ് ഇൻ പ്രോഗ്രസ്, കാവ്യാത്മക പ്രദർശനം എന്നിവ പ്രദർശൻ 24 കാഴ്ചകളുടെ വസന്തമൊരുക്കി. 2024 ജനുവരി 25 ഐസെറ്റ് ഗ്രാൻഡ് ഫിനാലെ. IIMയുടെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഒരു സംരംഭമാണ് ഐസെറ്റ് എക്സാം. കുട്ടികളുടെ അറിവ് എല്ലാ മേഖലകളിലേക്കും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് IIM എല്ലാ വർഷവും ഐസെറ്റ് എക്സാം നടത്തി വരാറുള്ളത്. സ്കൂൾ തലത്തിൽ നടത്തുന്ന ഐസെറ്റ് എക്സാമിന് ശേഷം സ്കൂൾ തല വിജയികളെ പ്രഖ്യാപിക്കുകയും തുടർന്ന് മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ സംസ്ഥാന തല മത്സരത്തിലേക്ക് യോഗ്യരാക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്കൂൾ തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുകയും സംസ്ഥാനതല ഗ്രാൻഡ് ഫിനാലെ ിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത വിദ്യാർത്ഥികളായിരുന്നു 7ാം തരം വിദ്യാർത്ഥിയായ മുഹമ്മദ് ആദിലും 8ാം തരം വിദ്യാർത്ഥിയായ ജ്യോതിരാജ് ഡിഗലും. വ്യത്യസ്തമായ 5 റൗണ്ടുകളിലും മികവാർന്ന വിജയം കാഴ്ചവെച്ചുകൊണ്ടുതന്നെ സംസ്ഥാനതല ഗ്രാൻഡ് ഫിനാലെയിൽ ഇരുവരും ചരിത്ര വിജയം കുറിച്ചുകൊണ്ട് അൽജിബ്രയുടെ പൊൻകിരീടത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടി ചാർത്തുകയുണ്ടായി. 2024 ജനുവരി 26 ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ. ജനുവരി 26 ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അന്നേ ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ഏറെ മനോഹരമായ രീതിയിലായിരുന്നു അൽജിബ്ര റിപ്പബ്ലിക് ദിനം ആചരിച്ചത്. ആ ദിനത്തോടനുബന്ധിച്ചുള്ള വ്യത്യസ്തതയാർന്ന മത്സര പരിപാടികളും ആഘോഷങ്ങളുമായിരുന്നു അന്നേ ദിവസം നടത്തപ്പെട്ടത്. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് 10ാം തരത്തിൽ നടത്തിയ പൊതുപരീക്ഷയിൽ പത്തരമാറ്റ് വിജയത്തിൽ അത്യുന്നതങ്ങളിൽ അൽജിബ്ര. ഭൗതിക പഠനത്തിനൊപ്പം മതപഠനവും ഏറെ മികവാർന്ന രീതിയിലാണ് അൽജിബ്ര ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഖദീജത്തുൽ ഹുസ്ന, സെനിയ, ഷാഹില MK, ഫാത്തിമ ഹന്ന KK എന്നീ വിദ്യാർത്ഥികളാണ് മുഴുവൻ മാർക്കും കരസ്ഥമാക്കിയത്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ 72% വിദ്യാർത്ഥികളും ഡബിൾ A+ഉം 27% വിദ്യാർത്ഥികൾ A+ഉം വാങ്ങി വൻ വിജയം കൈവരിച്ചു. 2024 ഫെബ്രുവരി 10 വേൾഡ് പൾസ് ഡേ. റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ പട്ടാമ്പിയുടെ ആഭിമുഖ്യത്തിൽ ലോക പയർ ദിനവുമായി പ്രാദേശിക തലത്തിൽ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 2 കാറ്റഗറികളിലായി പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിച്ചു. അൽജിബ്ര ഗ്ലോബൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച 8ാം തരം വിദ്യാർത്ഥികളായ ജ്യോതിരാജ് ഡിഗൽ, മുഹമ്മദ് സ്വലാഹ് എന്നിവർ ഉജ്ജ്വലമായ 2ാം സ്ഥാനം കരസ്ഥമാക്കി. പ്രാദേശിക തലത്തിൽ നിരവധി സ്കൂളുകൾ അണിനിരന്ന വാശിയേറിയ പോരാട്ടത്തിൽ നിന്നുമാണ് 2ാം സ്ഥാനം അൽജിബ്ര സ്വന്തമാക്കിയത്. എയ്റോസ്പേസ് അംബാസിഡേഴ്സ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഹൈബ്രിഡ് മോഡ് സ്പേസ് മ്യൂസിയം. അനന്തമായ സാധ്യതകൾ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ് സ്പേസ്. അത്ഭുതവും അജ്ഞാതവും എപ്പോഴും നിലനിർത്തുന്ന ശാസ്ത്രത്തിന്റെ അന്തർസത്ത. അടുക്കുംതോറും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മായിക ലോകം. അൽജിബ്രയുടെ വരാനിരിക്കുന്ന ഒരു വലിയ പ്രതീക്ഷയാണ് സ്പേസ് മ്യൂസിയം. മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും അവകാശപ്പെടാനാവാത്ത തരത്തിൽ അതിനുള്ള നീക്കങ്ങൾ അന്തർധാരയിൽ സജീവമായി കൊണ്ടിരിക്കുന്നു. മ്യൂസിയത്തിലൂടെ അൽജിബ്ര ലക്ഷ്യമാക്കുന്നത് ISRO ഉദ്യോഗസ്ഥരുടെ ശിക്ഷണത്തിൽ ബഹിരാകാശത്തിന്റെ മാസ്മരിക കൗതുകങ്ങളെ പറ്റിയും അതിനോടുള്ള വിദ്യാർത്ഥികളുടെ താല്പര്യം വർദ്ധിപ്പിക്കുകയും ചെയ്ത് അധികം ആരും തെരഞ്ഞെടുക്കാത്ത മേഖലയിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുക എന്നതാണ്. 6ാം തരം മുതൽ 12ാം തരം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് എയ്റോസ്പേസ് ഒരു കരിയർ ആക്കുക എന്നതും ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ബ്രാൻഡഡ് പ്രീമിയം എയ്റോ മോഡലിംഗ് കിറ്റ്സ്, എയ്റോ മോഡലിംഗ് ആൻഡ് മോഡൽ റോക്കറ്റ്രി, ക്വിസസ് ആൻഡ് കോമ്പറ്റീഷൻസ് വിത്ത് പ്രൈസസ്, നാസ പ്രോഗ്രാംസ്, ടീച്ചിംഗ് അസിസ്റ്റന്റ് തുടങ്ങിയവയെല്ലാം ഈ പ്രോഗ്രാമിന്റെ സവിശേഷതകളാണ്. അങ്ങനെ
അങ്ങനെ മറ്റാർക്കും പകരം വെക്കാനില്ലാത്ത വിജയതിളക്കവുമായി അൾജിബ്ര ഓരോ പടികളായി മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ഈ വിജയയാത്ര ഞങ്ങളുടേതല്ല, നമ്മുടേതാണ്. പലരുടെയും അറിഞ്ഞോ അറിയാതെയുള്ള സ്വാധീനം, പ്രേരണ, പ്രത്യക്ഷവും പരോക്ഷവുമായ സഹായ സഹകരണങ്ങൾ, ആസൂത്രണങ്ങൾ, ആശയങ്ങൾ എന്നിവയൊക്കെ പ്രയോജനപ്പെടുത്തിയാണ് വിജയങ്ങൾ സ്വന്തമാക്കുന്നത്. ഇനിയും അൾജിബ്രയുടെ സഹസഞ്ചാരികളായി നിങ്ങൾ ഉണ്ടാവുമെന്ന വിശ്വാസത്തിൽ എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി. അറിവിനായി ദാഹിക്കുന്നവർക്ക് മുന്നിൽ അൾജിബ്രയുടെ വാതായനങ്ങൾ എപ്പോഴും തുറന്നിരിക്കുന്നു. സ്വാഗതം.